നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്തെടുക്കാൻ ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് വെച്ചൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് ഇവിടെ കുറച്ച് ഡോക്യുമെന്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് ആ ഒരു ലോട്ടസ് ബുക്ക് സ്റ്റോർ കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് പറയേണ്ടത് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ക്യാഷിന്റെ ഔട്ട്ഫ്ലോ, അതിനാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോ ബിസിനസിന്റെ കയ്യിലുള്ള ക്യാഷ് മെയിൻ ആയിട്ടും പുറത്തു പോകുന്നത് സാധനങ്ങൾ മേടിക്കുന്നതിലൂടെയാണ്. ഓക്കെ, അപ്പോ ആ ഒരു ഫ്ലോവിനെ, അതായത് എക്സ്പെൻഡിച്ചർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റെക്കറിങ് സെറ്റ് ഓഫ് ആക്ടിവിറ്റി ആണ്. അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇനി പർച്ചേസ് ആൻഡ് പേയ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഗുഡ്സും സർവീസും മേടിക്കുന്ന ആ ഒരു ആക്ടിവിറ്റീനെയാണ് എക്സ്പെൻഡിച്ചർ സൈക്കിൾ എന്ന് പറയുന്നത്. സപ്ലയേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ സൈക്കിളിലൂടെ കാണിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഇതാണ് നോർമലി ഒരു കമ്പനിയുടെ എക്സ്പെൻഡിച്ചർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കും. ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ടിങ് കൊട്ടേഷൻ ആണ്. ഇത് ഓരോ കമ്പനിയുടെയും ഓരോ സോഫ്റ്റ്വെയർ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇപ്പോ നമ്മള് ഇപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റ് വേണം. അതായത് 5G സ്മാർട്ട് ഫോൺസ് ആണ് നമുക്ക് വേണ്ടത്. 5G സ്മാർട്ട് ഫോൺ under say 15,000. ഇതാണ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾക്ക് പറ്റിയ കുറച്ച് മോഡൽസിന്റെ പേര് കാണാൻ പറ്റും. ഓക്കെ, ബെസ്റ്റ് 5G ഫോൺ under 15,000. ഓക്കെ, ഇപ്പോൾ റിയൽമി 11X, പിന്നെ ഇൻഫിനിക്സ് നോട്ട് 35, അങ്ങനെ പല പല മോഡൽസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു 5G ഫോൺ വേണം. ബജറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു റിക്വയർമെന്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാല് പർച്ചേസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ കമ്പനിക്ക് ഒരു സാധനത്തിന്റെ ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഒന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് ഒക്കെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏത് സപ്ലയേഴ്സ് ആയിരിക്കും തരാൻ പോകുന്നത് എന്ന് അവരോട് നമ്മളൊരു മെസ്സേജ് അയച്ച് ചോദിക്കും. ഓക്കെ, ആ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതിനെയാണ് റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് റിക്വസ്റ്റ് കൊടുക്കുന്നു, ഞങ്ങൾക്ക് ഈ ഒരു 5G ഫോണാണ് വേണ്ടത്, 15,000 ആണ് ബജറ്റ്, അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഓഫറിങ് ഏതൊക്കെയാണ്. അപ്പോൾ ഓരോ കമ്പനിയും അവരുടെ കയ്യിലുള്ള ഫോണ് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞ നമ്മളല്ല, സപ്ലയർ തരുന്നതാണ് കൊട്ടേഷൻ. അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്ന റിക്വസ്റ്റ് ആണ്. ആദ്യം RFQ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് വരും. അതാണ് ഓരോ സോഫ്റ്റ്വെയറും ഓരോ കമ്പനി അനുസരിച്ച് ഡിഫറെന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ടാലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡർ മുതലാണ്. തൊട്ട് മുമ്പത്തെ കൊട്ടേഷനും റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ ഉള്ള ഡോക്യുമെന്റ് ഒന്നും ഇതില് ടാലി സോഫ്റ്റ്വെയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ചില സോഫ്റ്റ്വെയർ ഇപ്പൊ SAP-യിലൊക്കെ നമുക്ക് RFQ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ടാക്കാം, കൊട്ടേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ടാക്കാം. അങ്ങനെ ഓരോ ഡോക്യുമെന്റ്സ് പുതിയതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നോർമലി നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യം ആവശ്യമുള്ള സാധനം ഏതാണ്, അത് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് ഓരോ വെൻഡേഴ്സിനും നമ്മൾ ഒരു റിക്വസ്റ്റ് അയക്കും. എന്നിട്ട് നെക്സ്റ്റ് അതിന്റെ റിപ്ലൈ ആയിട്ടാണ് എല്ലാ വെൻഡേഴ്സും നമുക്ക് ഈ സംഭവം അയച്ചു തരുന്നത്, കൊട്ടേഷൻ. അതാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ പഴയ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കൊട്ടേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോ കൊട്ടേഷൻ അതായത് ഇപ്പോ ടെൻഡർ വിളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു രീതി ഉണ്ട്. ഓക്കെ, അതായത് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ആയിട്ടും ഇപ്പൊ ആ ഒരു കൊട്ടേഷന്റെ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതേ സംഭവം തന്നെയാണ് ഇവിടെ. അതായത് നിങ്ങൾ ഈ ഒരു സർവീസോ പ്രൊഡക്റ്റോ തരണം എന്നുണ്ടെങ്കിൽ ഇത്രയും രൂപ തരണം എന്ന് പറയുള്ളൂ. അതാണ് കൊട്ടേഷൻ. ഏകദേശം. അതായത് ഇപ്പൊ ഈ രാവണപ്രഭുവില് സീൽഡ് ടെൻഡർ എന്നൊക്കെ പറയുന്നില്ല, അത്രയും അതിനേക്കാൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾക്ക് വേണ്ട സാധനം സപ്ലയർ ഏത് റേറ്റിലാണ് തരുന്നതെന്ന് അറിയിക്കുന്ന ഡോക്യുമെന്റ് ആണ് കൊട്ടേഷൻ. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും സപ്ലയർ ഏത് റേറ്റിലാണ് മെറ്റീരിയൽ തരുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. അതായത് ഇത് നമ്മുടെ കമ്പനിയിൽ നിന്ന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ്. കൊട്ടേഷൻ സപ്ലയർ നമുക്ക് തരും. ആ കൊട്ടേഷൻ പല വെൻഡേഴ്സിൽ നിന്ന് കൊട്ടേഷൻ നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ പല ഫോണുകളുടെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺ നമ്മളാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ പല വെൻഡേഴ്സും പല കൊട്ടേഷൻ തരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട വെൻഡർക്ക് നമ്മൾ ഓർഡർ കൊടുക്കും. ടാലിയിൽ ഈ പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എക്സ്പെൻഡിച്ചർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്റ് മുതലാണ്. അപ്പോൾ ഇത് ചെയ്യാനുള്ള എക്സസൈസ് ഇതാണ്. പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ട്. തൽക്കാലം ഒരു പുതിയ കമ്പനി ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. Purchase order processing. GST ഒന്ന് ഡിസേബിൾ ചെയ്തിട്ടു. ഇനിയിപ്പോ ആദ്യമേ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ലെഡ്ജറുകളാണ്. ഇത് ലെഡ്ജറിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇപ്പോഴും ഇതില് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യം, പാസ്റ്റ്. ഈ താഴെ നടക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റ്. അതൊക്കെ വൗച്ചർ. പാസ്റ്റിലെ ഈ ഒരു വാല്യൂ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പോ വീണ്ടും ഇതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ ഓൾട്ടറിൽ ഏറ്റവും എളുപ്പം അതാണ്. ഓൾട്ടറിൽ പോയി കഴിഞ്ഞാൽ ലെഡ്ജർ എടുക്കുക, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലേക്ക് പോകും. ഇതിലല്ല, ഓൾട്ടറിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോവാം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നിന്ന് ലെഡ്ജർ എടുക്കാം. ഇവിടെ നിന്ന് ഓൾട്ട് എച്ച് പ്രസ് ചെയ്യുമ്പോൾ മൾട്ടി ക്രിയേറ്റ് മൾട്ടി ഓൾട്ടർ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ മൾട്ടി ഓൾട്ടർ എടുക്കാം. എല്ലാ ഐറ്റംസും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് എല്ലാ ലെഡ്ജറും കാണാനും പറ്റും, എഡിറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ ലെഡ്ജറിന്റെ പേരും അതിന്റെ ഗ്രൂപ്പും സെറ്റ് ചെയ്യാം, എമൗണ്ടും കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ ഇൻഫോർമേഷൻ അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലെഡ്ജറും ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇനി ലോൺ ഫ്രം ഇന്ത്യൻ ബാങ്ക്, ലോണാണ് 1,22,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് 32,000. ഓക്കെ, അപ്പോ എല്ലാ ലെഡ്ജറിന്റെയും കഴിഞ്ഞ കൊല്ലത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഇത് മുമ്പ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിലോ അല്ലെങ്കിൽ മാനുവൽ അക്കൗണ്ടിങ്ങിലോ ഒക്കെ ആയിരിക്കും ചെയ്താക്കുന്നത്. അതേ സംഭവം നമ്മൾ ടാലിയിലേക്ക് കൊണ്ടുപോകും. എന്നാലേ നമുക്ക്, നമ്മൾ ഫ്രഷ് കമ്പനി ആണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, ഇതൊക്കെ സീറോ ആയിരിക്കും. പക്ഷെ ഇത് ഓൾറെഡി ഉള്ള കമ്പനിയിൽ ക്യാഷ് ഓൾറെഡി 12,000 ഉണ്ട്. അപ്പോൾ നമ്മളത് ടാലിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് 12,000 വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ 0 ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ഇൻഫോർമേഷൻ തന്നെ ഇതിലേക്ക് കൊണ്ടുവരാം. അതാണ് കാസ്റ്റ് ഇൻഫോർമേഷൻ. അതിനെയാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. എല്ലാ സോഫ്റ്റ്വെയറിലും ഇങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്ത് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇനി ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ടാലി ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കമ്പനിയിലെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ ഇതൊക്കെ ഓരോ ടിവിയുടെ മോഡലുകളാണ്. UA22D50N എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽ നമ്പറുകളാണ്. ഈ മോഡൽ നമ്പർ ആണ് യുണീക്ക് ആയിട്ടൊരു ഐറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യം. അതായത് ഇപ്പോ നേരത്തെ നമ്മൾ ഫോണിന്റെ കണ്ടില്ലേ, ഓക്കെ, ഇപ്പൊ സാംസങ് ഗാലക്സി F34 5G എന്ന് പറയുന്നതാണ് മോഡൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ സാംസങ്ങിന് പല ഫോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ സാംസങ്ങില് നമ്മൾ ചെന്ന് അന്വേഷിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി F34 5G. ആ മോഡലിന്റെ പേരാണ് ഒരു പ്രൊഡക്റ്റിനെ തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ ഒരു ഗാലക്സി F34 5G എന്ന് പറയുന്നതാണ് ഐറ്റം നെയിം. സാംസങ് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം ആണ്. ഓക്കെ, ഇവിടെ ഇനി ഇതിന്റെ താഴെയുള്ള മോട്ടറോള G54 5G,
അതിലിപ്പോ G54 5G എന്ന് പറയുന്നതാണ് മോഡൽ നെയിം. മോട്ടറോള എന്ന് പറയുന്നത് അതിന്റെ ബ്രാൻഡിന്റെ പേരാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മോഡൽ നെയിം ആണ് ഐറ്റം. പിന്നെ അതിന്റെ തൊട്ട് മുകളിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത് സാംസങ് 22 ഇഞ്ച് 32 ഇഞ്ച്, അതൊക്കെ കാറ്റഗറി എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും വരുന്നത്. അതിന്റെ ടോപ്പിലുള്ള ക്ലാസിഫിക്കേഷന് സ്റ്റോക്ക് ഗ്രൂപ്പ് എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് ഗ്രൂപ്പ്, ഇത് സ്റ്റോക്ക് കാറ്റഗറി, ഇതാണ് ഐറ്റം. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഐറ്റംസ് ആണ്. എത്ര എണ്ണം ഏത് റേറ്റ് വെച്ച് വേണമെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കിയാണോ മനസ്സിലായത്? ഓക്കെ. ഇനി ഇവിടെ ഇവര് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ചെയ്യുന്നത്, ഈ വേൾഡ് ഡീലർ എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഓർഡർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞത് കാര്യം. ഒരു ബിസിനസ്സിൽ സാധാരണ കൊട്ടേഷൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ടാലിയിൽ ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പർച്ചേസ് ഓർഡർ ഡോക്യുമെന്റ് മുതലാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാനേ നമുക്ക് ടാലിയിൽ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇതാണ്, ഓർഡർ കൊടുക്കുന്നു. ഓർഡർ നമ്പർ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ കോപ്പി ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് എല്ലാവരും ടാലിയിൽ വൗച്ചറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വൗച്ചറിൽ പോവാം. ഇനി ഇവിടെ പർച്ചേസ് ഓർഡർ എന്നുള്ള വൗച്ചർ കാണൂല, അപ്പൊ അതുകൊണ്ട് F10 പ്രസ് ചെയ്യാം. ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയായിരിക്കും. ഷോ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചറുകളാണ്. അപ്പൊ അതിൽ താഴെ ഇവിടെ കിടപ്പുണ്ട് പർച്ചേസ് ഓർഡർ. ഓക്കെ, അതിന്റെ ഷോർട്ട് കട്ടാണ് Ctrl+F9. ഇനി ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ചോദിക്കും അതിനെ ആക്ടിവേറ്റ് ചെയ്യണോ. യെസ് കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ഓർഡർ വൗച്ചർ അവിടെ ആക്ടിവേറ്റ് ആവും. ഓക്കെ, അതായത് F10 പോവാം. നമുക്ക് ആവശ്യമുള്ള എല്ലാ വൗച്ചറും, പിന്നെ ഷോ ഇനാക്റ്റീവിൽ പോയി കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് ഓർഡർ വൗച്ചർ ഉണ്ടാവും. സെലക്ട് ചെയ്യാം വൗച്ചറായി. ഓക്കെ, അത് സ്ക്രീൻഷോട്ടിലുണ്ട്, അത് നോക്കിയിട്ടൊന്ന് ഫോളോ ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇനി സാധാരണ ചെയ്യുന്ന പോലെ പർച്ചേസ് വൗച്ചറിൽ ചെയ്യുമ്പോൾ മുകളിൽ പാർട്ടി എന്ന് പറയുന്ന ആരുടെ കയ്യിൽ നിന്ന് മേടിക്കും. അത് തന്നെയാണ് ഇവിടെ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന്റെ ഡേറ്റ് നോക്കട്ടെ. ഫസ്റ്റ് ജൂലൈ 2024 ആക്കാം. 2023 എന്നുള്ളത്. ഫസ്റ്റ് ജൂലൈ. ഇനി പാർട്ടി നെയിം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഈ വേൾഡ് ഡീലേഴ്സ്. ഓക്കെ, ഇത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓർഡർ ഡീറ്റെയിൽസ്, റിസീപ്റ്റ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് വിൻഡോ കൂടി വരും. ഒരു കമ്പനിയിലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്യണം. അതായത് ഇപ്പോൾ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്, ചിലപ്പോൾ ചെക്ക് ആയിരിക്കും, ചിലപ്പോൾ നെഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ, അതായത് ഇപ്പോൾ ഇതിനു മുമ്പ് ചിലപ്പോൾ നമുക്ക് കൊട്ടേഷൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. നമ്പർ 1 2 3 4 5 അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അതിന്റെ റെഫറൻസിലാണ് നമ്മൾ ഈ സംഭവം പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ടൈപ്പ് ചെയ്യാം. പിന്നെ ടേംസ് ഓഫ് ഡെലിവറി എക്സ്പെക്റ്റഡ് വിത്തിൻ 5 days, അതായത് 5 ദിവസത്തിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രക്ക് വഴി ഡെലിവറി ചെയ്യുന്ന ഉണ്ടാകും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് അവിടെ താഴെ കൊടുക്കാറുണ്ട്. ഓക്കെ, ഡിസ്പാച്ച് ത്രൂ എങ്ങനെയാണ്, ട്രക്ക് വഴിയാണ്. ഡെസ്റ്റിനേഷൻ എവിടെയാണ്, എറണാകുളമാണ്. കാരിയർ നെയിം ഓഫ് ഏജന്റ് പിന്നെ അതിന്റെ ഡോക്യുമെന്റ് നമ്പർ, മോട്ടോർ വെഹിക്കിൾ നമ്പർ KL. ഓക്കെ, ഇങ്ങനെ ഒരു കമ്പനിയിലാവുമ്പോൾ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മളിതൊന്നും ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് ബ്ലാങ്ക് പേജ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് അല്ല. ഒരു റിയൽ ലൈഫ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു 10,000 എന്ന് ടൈപ്പ് ചെയ്യുന്നത് 1,00,000 ആയി കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കമ്പനിയിലെ എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾ തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം. ഇവിടെ ഇപ്പൊ ചെയ്യുമ്പോൾ
ഇതൊന്നും ഫില്ല് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആദ്യം കുറെ വൈറ്റ് സ്പേസ് വരും. ആ വൈറ്റ് സ്പേസിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ സാഹചര്യം കൊണ്ട് നിങ്ങൾ തനിയെ പഠിച്ചു പോകും. അങ്ങനെയാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കില്ല. കമ്പനി പോകും, പഠിക്കും, വർക്കിന്. ഓക്കെ, അപ്പോൾ പാർട്ടി ലെഡ്ജർ മാത്രം ശരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അത് സ്ക്രീൻഷോട്ട് ഉണ്ടാവും. ഇതിലില്ല. ഓക്കെ, ജസ്റ്റ് ലെഡ്ജർ പർച്ചേസ് ഓർഡർ സെലക്ട് ചെയ്തു. പിന്നെ പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ പർച്ചേസ് ലെഡ്ജർ. പിന്നെ ഐറ്റംസ് ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ക്രിയേഷൻ ഒന്നും ഇതിന് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ക്രിയേറ്റ് പാർട്ടി ലെഡ്ജർ ഓക്കെ, പാർട്ടി ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ, ഐറ്റംസും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് ഇനി പർച്ചേസ് ലെഡ്ജർ അതും ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് പർച്ചേസ് അക്കൗണ്ട്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, സേവ്. ഇനി ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കേണ്ടത്. മോഡൽ നമ്പർ ആണ് നമ്മുടെ ഐറ്റം, മേടിക്കുന്ന ഐറ്റം. ഇത് അതിന്റെ കാറ്റഗറി, ഇത് ഗ്രൂപ്പ്. അപ്പോൾ സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഗ്രൂപ്പ്, ഈ ഒരു ഓർഡറിലാണ് ക്രിയേറ്റ് ചെയ്ത് പോകാനായിട്ട്. ആദ്യം സ്റ്റോക്ക് ഐറ്റം ഇവിടെ കിടപ്പുണ്ട്, ഐറ്റം. ഇനി ഐറ്റം ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി അണ്ടർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഗ്രൂപ്പ്. ഇതെല്ലാനും TVs ആണ്, LED TV ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് LED TV എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇനി കാറ്റഗറി സാംസങ് 22 ഇഞ്ച്. യൂണിറ്റ് പീസസ്. ഇങ്ങനെ വരും ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ്, ഇത് സ്റ്റോക്ക് കാറ്റഗറി, രണ്ടും തമ്മിൽ മാർക്ക് വരുന്നത്. ഇനി സേവ് ചെയ്യാം. ഇനി ഇവിടെ താഴെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഇത് പുതിയതായിട്ട് മേടിക്കാൻ പോകുന്ന ഐറ്റം ആണ്, കഴിഞ്ഞുള്ളത് സ്റ്റോക്ക് ഒന്നുമില്ല. സേവ് ചെയ്യാം. പിന്നെ എന്നാണ് ഈ ഐറ്റം വരേണ്ടത്, അതാണ് ഡ്യൂ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഇപ്പോ എക്സ്പെക്ട് ചെയ്യുക 1-ാം തീയതി ഓർഡർ ചെയ്യുന്ന സാധനം ഇന്ന് തന്നെയാണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ഡ്യൂ ഓൺ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇന്ന് വരേണ്ടതാണ്. എത്ര എണ്ണം വേണം, പിന്നെ ഏത് ഗോഡൌണിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡയറക്റ്റ് എണ്ണം മാത്രം കൊടുക്കാം. 10 pieces, റേറ്റ് 20,900, 2,09,000 ആകെ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. 340L LED TV ആണ്, കാറ്റഗറി പുതിയതാണ്. മൂന്നെണ്ണം 40,000. അപ്പൊ നിങ്ങളും ഈ ഫയൽ ഇങ്ങനെ അയച്ചു തരുമ്പോഴില്ലേ, ഇതൊന്ന് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ സമയം കുറെ. സോണി 30. ഓക്കെ, അപ്പോ എല്ലാ ഐറ്റവും ഇതുപോലെ
ഐറ്റം, ഗ്രൂപ്പ്, കാറ്റഗറി കറക്റ്റ് ആയിട്ട് കൊടുക്കുക. സേവ് ചെയ്ത് അതിന്റെ ക്വാണ്ടിറ്റി റേറ്റ് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ 353,900. അങ്ങനെ ടോട്ടല് 12,48,200 ഓർഡറാണ് ഇവിടെ എനിക്ക് കിട്ടിയത്. ഓക്കെ, 12,48,200 കറക്റ്റാണ്. 12,48,200. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, വന്നിട്ടില്ല. ഓക്കെ, ഇനി ഇതില് മിസ്സായി പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓർഡർ നമ്പർ. ആ ഓർഡർ നമ്പർ ഒന്ന് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇതാണ് ഓർഡർ നമ്പർ. ഇപ്പോഴും നമ്മള് ഐറ്റത്തിന് ഓർഡർ കൊടുത്തിട്ടുള്ളൂ. നിലവിൽ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സമ്മറി, ഓക്കെ, സ്റ്റോക്ക് സമ്മറി ഇവിടെയുണ്ട്. സെലക്ട് ചെയ്യാം, ബ്ലാങ്ക് ആണ്, കാരണം നമ്മൾ പുതിയ കമ്പനി ഒന്നും മേടിച്ചിട്ടില്ല. ഇനിയിപ്പോ ഈ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം. കൺട്രോൾ എ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ സേവ് ആയി. ഇനി വീണ്ടും സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുമ്പോൾ അപ്പോഴും സ്റ്റോക്ക് 0 തന്നെയാണ്, കാരണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഐറ്റം കയ്യിലേക്ക് വന്നിട്ടില്ല. അതാണ് സിറ്റുവേഷൻ. അങ്ങനെ നമ്മളിപ്പോ ഓർഡർ ചെയ്തു, പർച്ചേസ് ഓർഡർ ഒക്കെ റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ സേവ് ചെയ്തു. ഓക്കെ, ഇനി സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിയപ്പോൾ നമ്മളത് വാല്യൂസ് ഒന്നും കണ്ടില്ല. പക്ഷെ ഓർഡറുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐറ്റം കമ്പനിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ കാണാനായിട്ടാണ് പർച്ചേസ് ഓർഡർ പെൻഡിങ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പർച്ചേസ് ഓർഡർ പെൻഡിങ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മളുടെ കമ്പനി പല സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോ അതിന്റെ ഏതൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല എന്നൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാലിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ പെൻഡിങ് റിപ്പോർട്ട് എടുക്കും. അല്ല, പെൻഡിങ് എന്ന് പറഞ്ഞാൽ കിട്ടാതെ വൈകി കിടക്കുന്നു, ബാക്കി കിടക്കുന്നു, അതൊക്കെയാണ് പെൻഡിങ്. ക്യാൻസൽഡ് ആണെങ്കിൽ ക്യാൻസൽഡ് എന്നുള്ള ഇതിലും നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഓർഡർ ചെയ്തിട്ട് കയ്യിലേക്ക് കിട്ടിയിട്ടില്ല, അതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഓക്കെ നെക്സ്റ്റ്. ഓക്കെ, റിപ്പോർട്ട് എടുത്ത് നോക്കാം. പർച്ചേസ് ഓർഡർ പെൻഡിങ് റിപ്പോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്പ്ലേയിൽ പോവാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററിയിൽ പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ട്, അതെടുത്ത് നോക്കാം. ഗ്രൂപ്പ്, കാറ്റഗറി, ഐറ്റം ലെവലിൽ നമുക്ക് റിപ്പോർട്ട് എടുക്കാം. അതിൽ നിന്ന് ഗ്രൂപ്പ് എടുത്ത് നോക്കാം. LCD TV അല്ലെങ്കിൽ LED TV. ഇപ്പൊ LED TV ആണ് എടുക്കുന്നതെങ്കിൽ LED TVയിൽ ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കയ്യിലേക്ക് വന്നിട്ടില്ല, അതാണ് സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ LCD TV എടുത്ത് നോക്കുകയാണെങ്കിലും സെയിം പോലെ ഓർഡർ ചെയ്തിട്ടുണ്ട്, കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാണ് പർച്ചേസ് ഓർഡർ പെൻഡിങ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഗോട്ടു എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പൊ ഗോട്ടു എടുത്തിട്ട് പർച്ചേസ് ഓർഡർ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് കാണാം. ഇവിടെ പർച്ചേസ് ഓർഡേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ട്, അതെടുത്ത് നോക്കാം. അടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പർച്ചേസ് ഓർഡർ പെൻഡിങ് റിപ്പോർട്ട് കാണാം. അങ്ങനെ ഇപ്പൊ സാധനം നമ്മൾ ഓർഡർ ചെയ്തു. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ കമ്പനിയിൽ നടക്കുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്തൊരു പാർട്ടി ഉണ്ടായിരുന്നു, പാർട്ടി ഈ വേൾഡ് ഡീലർ ആയിരുന്നു തോന്നുന്നു, ഈ വേൾഡ് ഡീലർ. അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മുടെ ഓർഡർ അക്സെപ്റ്റ് ചെയ്തിട്ട് ഐറ്റംസ് എല്ലാവരും അവര് ഡെലിവറി ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു സൈക്കിളിൽ നടക്കുന്ന നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി റെസീപ്റ്റ് നോട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് നമ്മള് ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ട് അറിയിക്കുന്ന ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് പർച്ചേസ് ഓർഡർ. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ സാധനങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. സപ്ലയർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി ആ ഒരു സപ്ലയർ തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് പോലെയാണ് പർച്ചേസ് ഓർഡർ. നെക്സ്റ്റ് ഡോക്യുമെന്റ് ആണ് റിസീപ്റ്റ് നോട്ട് അല്ലെങ്കിൽ ചലാൻ.
ഇനി ഈ ഒരു റിസീപ്റ്റ് നോട്ട് സംഭവിക്കുന്നത് ഡെലിവറി ഉണ്ടാകുമ്പോൾ ആണ്. സപ്ലയർ സാധനം തരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഐറ്റം റിസീവ് ചെയ്യുന്നു, നമ്മൾ കൈപ്പറ്റുന്നു, സപ്ലയർ എത്തിച്ചു തരുന്നു. അതാണ് അതിനെ സപ്ലയർ ഡെലിവറി ചെയ്യുന്നു, നമ്മൾ റിസീവ് ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു റെസിപ്റ്റ് നോട്ടിന്റെ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണെന്ന് വെച്ചാൽ പെർച്ചേസ് ഓർഡറിന്റെ ബേസിസിലാണ്. അതായത് ആ ഒരു ഓർഡർ നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ റെസിപ്റ്റ് നോട്ട് ചെയ്യുന്നത്. ഇനി സാധാരണ നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെയാണ് എല്ലാ കമ്പനിയിലും. ഒരു നമ്മൾ 10 ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 8 ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലും അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ റിസീവ് ചെയ്ത ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഇപ്പൊ ടാലി നമ്മൾ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതില് D50N 50N കഴിഞ്ഞിട്ട് ഒരു 40N ഉണ്ടായിരുന്നു. ഓക്കെ, ഓർഡറിൽ ഒരു 40N ഉണ്ട്, 50N കഴിഞ്ഞിട്ട് ഒരു 40N ഉണ്ട്. റിസീവ് ചെയ്തപ്പോൾ അതിൽ ആ 40N എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, അതായത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം അവരുടെ കയ്യിലില്ല, അതുകൊണ്ട് അവര് എത്തിച്ചു തന്നിട്ടില്ല. അതാണ് സിറ്റുവേഷൻ. അപ്പൊ ആ 40N ഇല്ല. പിന്നെ 720 8 കാണുന്നുണ്ട്. ഓർഡറിൽ എത്ര നോക്കാം. ഓക്കെ, 12 ഓർഡർ ചെയ്തിട്ട് 720 എത്ര വന്നിട്ടുള്ളൂ നോക്കുമ്പോൾ 8 വന്നിട്ടുള്ളൂ. ഓക്കെ, ഇനി 401 4 4 400 3 ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് റിസീവ് ചെയ്യുമ്പോൾ എല്ലാ ഐറ്റംസ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. കമ്പനി ചെയ്യുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, കാരണം ഐറ്റം, അതായത് ഓർഡർ ചെയ്ത എല്ലാ ഐറ്റവും ചിലപ്പോൾ കമ്പനിയിൽ വരില്ല. ഓക്കെ, അതാണ് ശ്രദ്ധ വേണം ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ചെയ്യുമ്പോൾ എന്ന് പറയാനായിട്ട്. എല്ലാ ഡോക്യുമെന്റ്സും മര്യാദക്ക് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ സിറ്റുവേഷൻ, കമ്പനിയിലെ സിറ്റുവേഷൻ, നമ്മളുടെ സ്റ്റോർ ഹാൻഡിൽ ചെയ്യാനായിട്ട് സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. അവരുടെ ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ സിസ്റ്റത്തിലേക്ക് റെക്കോർഡ് ചെയ്തത്. നമ്മളപ്പോ 12 ഓർഡർ ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ 12 റിസീവ് ചെയ്തായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമ്മൾ റെസ്പോൺസിബിൾ ആവണം, അല്ലെങ്കിൽ പാവം സൂപ്പർവൈസർ അയാൾ എവിടെയെങ്കിലും അത് വീട്ടിൽ കൊണ്ടുപോകുന്ന പറഞ്ഞുള്ള രീതിയിൽ അയാൾക്കും പ്രശ്നം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള റെസിപ്റ്റ് ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐറ്റംസ് റിസീവ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗുഡ്സ് റെസിപ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഗുഡ്സ് റെസിപ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഇനി ഇത് എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് F10 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ വൗച്ചറും കാണാം. അതിൽ നിന്ന് ഷോ ഇൻ ആക്റ്റീവ് എടുക്കുക. നമുക്കിവിടെ ഇൻവെന്ററി വൗച്ചറിന്റെ കൂടെ റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചർ എടുപ്പുണ്ടാവും. ഓക്കെ, ആ ഒരു റെസിപ്റ്റ് നോട്ട് സെലക്ട് ചെയ്യാം, ആക്ടിവേറ്റ് എന്നുള്ളത് യെസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് നോട്ട് വൗച്ചറായി. ഐറ്റം റിസീവ് ചെയ്യുന്നത് ഏത് ഡേറ്റിലാന്ന് നോക്കാം. 2 ജൂലൈ 2023 എന്നുള്ളത് 24 24 ചലാൻ നമ്പർ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഡോക്യുമെന്റിന്റെ നമ്പർ. ഇനി എല്ലാ സാധനങ്ങളും SM സ്ട്രീറ്റ് ഗോഡൌണിലാണ് സ്റ്റോർ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പുതിയൊരു ഗോഡൌൺ വരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് ഈ ഗോഡൌൺ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നും ഗോഡൌൺ ഇല്ല. റിസീവ് ചെയ്ത സമയത്താണ് നമ്മളുടെ കമ്പനി ഗോഡൌണിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗോഡൌൺ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. റിസീപ്റ്റ് നോട്ട് എടുത്ത് ഓക്കെ, ഗോഡൌൺ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗോ ടു യൂസ് ചെയ്യാം. ഗോ ടു ഒന്ന് ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഗോഡൌൺ ഉണ്ട്, അല്ലെങ്കിൽ ലൊക്കേഷൻ ഉണ്ടാവും. ചെക്ക് ചെയ്യാം. SM സ്ട്രീറ്റ് സേവ് ചെയ്തു. ഓക്കെ, ഇനി ഉള്ളൊരു പ്രശ്നം, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഗോഡൌൺ കൊടുത്തിട്ടില്ല. അത് നമുക്ക് പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരും. അത് നമുക്ക് റിസീറ്റ് ചെയ്തിട്ട് നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. തൽക്കാലം റിസീപ്റ്റ് നോട്ട് 2 ജൂലൈയിൽ റെഫറൻസ് നമ്പർ ഇവിടെ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. EWD പാർട്ടി ഏതാണ്? ഈ വേൾഡ് ഡീലർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യാം. ഇനിയാണ്
ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് എപ്പോഴും ഇന്നത്തെ കാലത്ത് എല്ലാ സോഫ്റ്റ്വെയറും നമ്മളുടെ വർക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഓൾറെഡി ഏതൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്ന് നമ്മൾ തൊട്ട് മുമ്പത്തെ ഡോക്യുമെന്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ടി ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റം പറയും ഈ ഒരു വ്യക്തിയുടെ ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡറിലെ സാധനമാണോ എത്തുന്നത്. ആ ഓർഡറിലെ സാധനമാണ് എത്തുന്നതെങ്കിൽ ജസ്റ്റ് ആ ഓർഡർ നമ്പർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് ക്ലിക്ക് ചെയ്യാം, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. ആ ഒരു ഓർഡറിൽ ഉണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടേക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ആവും. നമുക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തോണ്ട് അതൊക്കെ ഇങ്ങനെ ഫില്ലായിട്ട് വന്നുള്ളൂ. നിങ്ങളിപ്പോ ചെയ്യുമ്പോൾ ഇതൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മസ്റ്റ് ആയിട്ട് ഈ സംഭവം കൊടുക്കണം, ഓർഡർ നമ്പർ കൊടുക്കണം. ഓർഡർ നമ്പർ കൊടുത്താലേ തൊട്ട് മുമ്പത്തെ ഡോക്യുമെന്റിലെ ഡാറ്റാസ് കോപ്പി പേസ്റ്റ് ആവുള്ളൂ. ഈ സ്ക്രീൻഷോട്ടില് ഓക്കെ. അതായത് പാർട്ടി ലെഡ്ജർ കൊടുത്തു കഴിഞ്ഞിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പർച്ചേസ് ഓർഡർ സ്പെസിഫൈ ചെയ്യണം എന്നിവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് സ്ക്രീൻഷോട്ടിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ ചെയ്യാം. എന്നാലേ, അതായത് ഈ പർച്ചേസ് ഓർഡർ നമ്പർ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടോ ആ പർച്ചേസ് ഓർഡറിലെ എല്ലാ ഐറ്റംസും ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ആവും. ഇനി നമ്മൾ ഇതില് ആവശ്യമുള്ള എഡിഷൻസ് വരുത്തിയാൽ മതി. അതായത് ഇപ്പോ 50N 10 ഓർഡറിൽ ഉണ്ടായിരുന്നത്, പക്ഷെ കയ്യിലേക്ക് എത്തുന്നത് എത്ര എണ്ണം നോക്കാം. 50N 10 തന്നെ എത്തുന്നുണ്ട്, അപ്പൊ അത് കുഴപ്പമില്ല. ട്രാക്കിംഗ് നമ്പർ, അതായത് ഓരോ ഐറ്റവും ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്റെ കീ പ്രസ് ചെയ്യുമ്പോൾ ഐറ്റം ലൊക്കേഷൻ ഏരിയയിലേക്ക് പോകും. ട്രാക്കിംഗ് നമ്പർ ആണ് ചലാനിന്റെ നമ്പർ അല്ലെങ്കിൽ ഗുഡ്സ് റിസീപ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്പറാണ്, അതായത് EWDCH ഈ നമ്പർ. ആ നമ്പർ ഇവിടെ ആദ്യം തന്നെ ഇവിടെ കണ്ടോ, റെഫറൻസ് നമ്പർ എന്നുള്ള ഒരു സ്പേസ് ഇടുന്നുണ്ട്. റെഫറൻസ് നമ്പർ, ആ റെഫറൻസ് നമ്പറിൽ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ നമ്പർ ഇവിടെ ട്രാക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞു വരുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ചലാൻ അനുസരിച്ചാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പൊ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യാം. ഏത് ഓർഡറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് മെറ്റീരിയൽ വരുന്നത്, ഓർഡർ നമ്പർ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ ഗോഡൌൺ ഏതിലേക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, അത് SM സ്ട്രീറ്റ് ആണ്. ഗോഡൌൺ സെലക്ട് ചെയ്ത് കൊടുക്കുക, SM സ്ട്രീറ്റ്. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ഉള്ളത് സേവ് ചെയ്യാം. നെക്സ്റ്റ് ഐറ്റം D40N കംപ്ലീറ്റ്ലി കമ്പനിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഐറ്റത്തിനെ ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം ക്യാൻസൽ ആയി പോയി. ഓക്കെ. ഇനി 720 12 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നത് 8. അപ്പോൾ 720 ഐറ്റം സെലക്ട് ചെയ്യാം. ട്രാക്കിംഗ് നമ്പർ, ഓർഡർ നമ്പർ, ഗോഡൌൺ. 12 ഓർഡർ ചെയ്തിട്ട് വന്നത് 8. അതുകൊണ്ട് ക്വാണ്ടിറ്റി എഡിറ്റ് ചെയ്യാം. 12 ഉള്ളത് മാറ്റിയിട്ട് 8 ആക്കാം. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗോഡൌൺ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. 4 വന്നു. 400 ട്രാക്കിംഗ് നമ്പർ, ഓർഡർ നമ്പർ, ഗോഡൌൺ 3 വന്നു. ഓക്കെ. ഇനി അത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആസ് പെർ ട്രാൻസാക്ഷൻ ഇതിൽ ഇനി റിപ്പോർട്ട് എന്തെങ്കിലും നോക്കാനായിരിക്കും. ഓക്കെ, റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓക്കെ. ആദ്യം എടുക്കാൻ പറഞ്ഞ റിപ്പോർട്ട് സ്റ്റോക്ക് സമ്മറി ആണ്. അപ്പൊ സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഐറ്റംസ് എല്ലാവരും കിട്ടി. അതായത് ആ 40N കാണൂല, കാരണം അത് വന്നിട്ടില്ല. ബാക്കി വന്നതൊക്കെ ഇവിടെ കാണും. നെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞ ഡോക്യുമെന്റ് പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ പർച്ചേസ് ഓർഡർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ ഈ സ്ക്രീൻഷോട്ടിലുള്ളത് 2 ഐറ്റംസ് ആണ്. അതായത് 2 എണ്ണമാണ് നമുക്ക് വരാത്തത്. ഓക്കെ, ഇനി നമ്മളെടുത്ത് നോക്കുന്നത് എങ്ങനെ വരുമോ നോക്കാം. തൽക്കാലം ഇവിടെ ഇപ്പോ ഗോട്ടു ആണ് യൂസ് ചെയ്യുന്നത്. പർച്ചേസ് ഓർഡർ പർച്ചേസ് ഓർഡർ. ഓക്കെ, അങ്ങനെ പർച്ചേസ് ഓർഡർ ഇപ്പൊ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടിലുള്ള റിസൾട്ട് അല്ല എനിക്ക് ഇവിടെ ഇപ്പൊ കിട്ടിയത്. ഓക്കെ, അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ ക്രിയേറ്റ് ചെയ്ത സമയത്ത്, അതായത് ഡേബുക്കിൽ പോവാം, ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഓർഡർ എടുത്തു. ഓർഡർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കണ്ടോ എല്ലാ ഐറ്റംസും മെയിൻ ലൊക്കേഷൻ എന്നുള്ള ഗോഡൌണിലാണ് കിടക്കുന്നത്. കാരണം ഓർഡർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഗോഡൌൺ ഒന്നും ഉണ്ടായില്ല. ടാലി വിചാരിച്ചത് എല്ലാ ഐറ്റംസും മെയിൻ ലൊക്കേഷൻ എന്നുള്ള ഗോഡൌണിലേക്കാണ്. പക്ഷെ
അതല്ലായിരുന്നു, എല്ലാ ഐറ്റംസും എസ് എം സ്ട്രീറ്റ് എന്നുള്ള ഗോഡൗണിലേക്കാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു പർച്ചേസ് ഓർഡർ ഒന്ന് എഡിറ്റ് ചെയ്യുക, എല്ലാ ഐറ്റംസിന്റെയും ഗോഡൗൺ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ്സിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പോർട്ട്സിലെ കൺഫ്യൂഷൻ ഒഴിവാക്കാം. മതി, അങ്ങനെ കാലം അത് ഓർമ്മയുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു. അതായത് എപ്പോഴും ഈ സോഫ്റ്റ്വെയർ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോ നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ഒരു കമ്പനിയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനിയിപ്പോ റിപ്പോർട്ട് ഒന്നും കൂടി എടുത്ത് നോക്കാം, ശരിയായി നോക്കാം. പർച്ചേസ് ഓർഡർ ഓക്കെ. ഇപ്പൊ എടുക്കുമ്പോ കറക്റ്റ് 3 ഓർഡർ ചെയ്തിട്ട് 3 കിട്ടിയിട്ടില്ല, 12 ഓർഡർ ചെയ്തിട്ട് 4 കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതന്നെയാണ് സ്ക്രീൻഷോട്ട് നോക്കുമ്പോൾ അതന്നെയാണ് സ്ക്രീൻഷോട്ടിലുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഈ സ്ക്രീൻഷോട്ടിലുള്ള തന്നെ കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ചില ഐറ്റംസ് സ്റ്റിൽ പെൻഡിങ് ആണ്. ഇനി നെക്സ്റ്റ് ഓർഡർ പെൻഡിങ്ങിലാണ് കേട്ടോ, ചില ഐറ്റംസ് സ്റ്റിൽ പെൻഡിങ് ആണ്. ഇനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, പർച്ചേസ് ബിൽ പെൻഡിങ് എന്ന് പറയുന്ന റിപ്പോർട്ട് കൂടെയുണ്ട്. പർച്ചേസ് ബിൽ പെൻഡിങ് എന്ന് പറയുന്നത് ഐറ്റംസ് കിട്ടി, ബില്ല് അടിച്ചിട്ടില്ല, അതാണ് പർച്ചേസ് ബിൽ പെൻഡിങ്. അതായത് ബില്ല് കിട്ടുമ്പോഴാണ്, അതായത് ഇനി ഈ സൈക്കിളിൽ നെക്സ്റ്റ് ഉള്ള ഡോക്യുമെന്റ് നോക്കാം. റിസീപ്റ്റ് നോട്ട് കഴിഞ്ഞിട്ട് ഓക്കെ, ഇനി നെക്സ്റ്റ് റിജക്ഷൻ ആണ്. അതായത് ഐറ്റംസ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചയക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോ ഐറ്റം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം വിചാരിക്കുന്ന അതിന്റെ ബില്ലും കൂടി കിട്ടണം എന്നാണ്. അപ്പോ ബിൽ പെൻഡിങ് റിപ്പോർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം കോട്ട് കൊടുക്കുന്നതാണ്. ഓൾട്ട് ജി പ്രസ് ചെയ്ത് പർച്ചേസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ പർച്ചേസ് ബിൽ പെൻഡിങ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എടുക്കുന്നുണ്ട്, അതെടുക്കുക. ഇതൊക്കെ നമ്മളുടെ കമ്പനിയിൽ ടൈപ്പ് പറ്റിയ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്ത ഐറ്റംസ് ആണ്. ഇതിന്റെ ഒന്നും ബില്ല് നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ബിൽ പെൻഡിങ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. ഐറ്റം കിട്ടി, പക്ഷെ അതിന്റെ ബില്ല് കിട്ടിയിട്ടില്ല. ഇനി ഇതിന് പകരം ഫസ്റ്റ് പേജിൽ നിന്നൊക്കെ പോയിട്ട് എടുക്കുക. അതായത് ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററിയിൽ ഇവിടെ കണ്ടോ പർച്ചേസ് ബിൽ പെൻഡിങ് റിപ്പോർട്ട് കിടക്കുന്നുണ്ട്, അങ്ങനെയും എടുക്കാം. എല്ലാ റിപ്പോർട്ട്സും ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ഉണ്ടെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി അവിടെ പോയി കഴിഞ്ഞാൽ മിക്ക റിപ്പോർട്ട്സ് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാലിയിൽ എളുപ്പമാണ്, ഈ കോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എല്ലാ റിപ്പോർട്ടും. ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ നോക്കാം. ബിൽ പെൻഡിങ് റിപ്പോർട്ടൊക്കെ കണ്ടു. ഓക്കെ, തേർഡ് ട്രാൻസാക്ഷൻ ഇതാണ്. 2 ജൂലൈയിൽ കമ്പനി ഒരു LED TV റിജക്ട് ചെയ്യാണ്, കാരണം അതിന്റെ പിക്ചർ ക്വാളിറ്റി കൊള്ളില്ല. ഓക്കെ, അപ്പോ ഇതാണ് നെക്സ്റ്റ് സിറ്റുവേഷൻ. ബില്ല് കിട്ടുന്നതിന് മുമ്പാണ് റിജക്ഷൻ ചെയ്യുന്നത്. അന്നേരം ടാലിയിൽ ആ ഒരു റിജക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ആണ്. അതായത് ഇവിടെ റിജക്ഷൻ റിജക്ഷൻ ഔട്ട്, റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ, ഗുഡ്സ് പുറത്തേക്ക് തള്ളുമ്പോൾ ആണ് ഈ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ബില്ല് കൊടുക്കാത്ത അവസ്ഥയിൽ, ബില്ല് കൊടുക്കുന്നതിന് മുമ്പാണ് ഐറ്റംസ് റിജക്ട് ചെയ്യുന്നതെങ്കിലാണ് ഈ റിജക്ഷൻ ഔട്ട് ഡോക്യുമെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ റിജക്ഷൻ ഔട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ ട്രാൻസാക്ഷനിൽ വൗച്ചറിൽ പോവാം. അതർ വൗച്ചറിൽ നിന്ന് ഇനാക്റ്റീവ് ആയിട്ടുള്ള വൗച്ചേഴ്സിൽ നിന്ന് റിജക്ഷൻ ഇൻ ഉണ്ട്, ഔട്ട് ഉണ്ട്. നമ്മൾക്ക് ഈ സാഹചര്യത്തിൽ റിജക്ഷൻ ഔട്ട് ആണ്, പുറത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ റിജക്ഷൻ ഔട്ട് സെലക്ട് ചെയ്യാം, ആക്ടിവേറ്റ് ചെയ്യാം. ഇതാണ് റിജക്ഷൻ ഔട്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ലെഡ്ജർ എന്ന് പറയുന്ന ഏത് പാർട്ടിക്കാണ് റിട്ടേൺ കൊടുക്കുന്നത്, ഈ വേൾഡ് ഡീലർ എന്ന് പറഞ്ഞ പാർട്ടിക്കാണ് റിട്ടേൺ കൊടുക്കുന്നത്. സെലക്ട് ചെയ്യാം. ഇനി ഏത് ഐറ്റം ആണ് റിട്ടേൺ കൊടുക്കുന്നത്. ഓക്കെ, എല്ലാ ഐറ്റംസും റിട്ടേൺ കൊടുക്കുന്നില്ല, ഒരൊറ്റ ഐറ്റം മാത്രം 720 മാത്രം റിട്ടേൺ കൊടുക്കുന്നുള്ളൂ. 720
ഇനി ഈ ഐറ്റം ഏത് ചലാൻ അല്ലെങ്കിൽ ട്രാക്കിംഗ് നമ്പർ അനുസരിച്ചാണ് കമ്പനിയിൽ എത്തിയത്. കാരണം ആ ഡോക്യുമെന്റിൽ നിന്ന് കുറക്കണം. ടാലിയിൽ എല്ലാ ഐറ്റവും ആ ഡോക്യുമെന്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിനനുസരിച്ചാണ് കമ്പനിയിൽ ഐറ്റം വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് നമ്പറിൽ 8 കിടപ്പുണ്ട്. അതായത് ഈ ഡോക്യുമെന്റ് അനുസരിച്ച് കമ്പനിയിൽ 8 വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റ് അനുസരിച്ച് 7 ആവും. ഒരെണ്ണം കുറയണം. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് നമ്പർ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓർഡർ നമ്പർ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. ക്വാണ്ടിറ്റി, ഇത് ടോട്ടൽ ഓർഡർ ക്വാണ്ടിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ റിസീപ്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, വന്ന ക്വാണ്ടിറ്റി റിസീപ്റ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും കിടക്കുന്നത്. തിരിച്ചു കൊടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? ഒരെണ്ണം അല്ലേ? ഓക്കെ, ഒരെണ്ണം. എൻ്റർ. എമൗണ്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇനി 720 നിലവില് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കുമ്പോൾ ഓക്കെ 8 ഉണ്ട്. 8 നിലവിലെ സ്റ്റോക്ക്. ഇനി ഇത് സേവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. 8 എന്നുള്ളത് 7 കുറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, അതിപ്പോ 7 കുറഞ്ഞു. ഓക്കെ, ഇങ്ങനെ ഫിസിക്കലി നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാം ചെയ്തത് ശരിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ 7 കുറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ അങ്ങനെ കംപ്ലീറ്റ് ആയി. ഓക്കെ, 7 കുറഞ്ഞു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്. ഈവേൾ ഡീലർ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തല്ല അവർക്ക്. അപ്പോ അതിന് വേണ്ടിയിട്ട് അവർ പുതിയ ഒരു ഐറ്റം തന്നു. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ അവര് ബില്ലും നമുക്ക് തന്നു. ബില്ലിന്റെ ഇൻവോയ്സ് നമ്പർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഈ ബില്ലിന്റെ പേയ്മെന്റ് 15 ദിവസത്തിനുള്ളിൽ പേ ചെയ്യണം എന്ന് കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് 2 സംഭവങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ ഒരു സംഭവം ഇവിടെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് പകരം ഒരെണ്ണം പുതിയത് തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? കൈപ്പറ്റുന്നു, റിസീവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് റിസീപ്റ്റ് ഓഫ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസീപ്റ്റ് നോട്ട് ഇവിടെ കിടക്കുന്നത്. ആദ്യം നമ്മൾ ആ ഒരു റിസീപ്റ്റ് കൈപ്പറ്റുന്ന ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം. പിന്നെയാണ് അതിന്റെ കൂടെ അവർ ബില്ല് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഐറ്റത്തിന്റെയും ബില്ല് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു റിസീപ്റ്റ് റെക്കോർഡ് ചെയ്യാം. റിസീപ്റ്റ് എടുക്കാനായിട്ട് F10 പോവാം. റിസീപ്റ്റ് നോട്ട് എടുത്തു. 2 ജൂലൈയിൽ റെഫറൻസ് നമ്പർ, പുതിയ റെഫറൻസ് നമ്പർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അത് ഇവിടെ തന്നിട്ടുണ്ട്. പാർട്ടി ഈ വേൾഡ് ഡീലർ, നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി. ഓർഡർ നമ്പർ ഇപ്പോഴും സെയിം തന്നെ, നേരത്തെ ഉണ്ടായിരുന്ന ഓർഡറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഐറ്റം കിട്ടുന്നത്. ഇനി ഈ ഒരു ഓർഡർ അനുസരിച്ച് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് റിട്ടേൺ കൊടുത്ത ഐറ്റം ആണ്. നമ്മൾ കൊടുത്തത് ഏതാണ്? ഈ 720 ആണ് റിട്ടേൺ കൊടുത്തത്. ഓക്കെ, അപ്പൊ 720 ആണ് ഇവിടെ തിരിച്ചു വരുന്നത്. ബാക്കി 40N എപ്പോഴും വന്നിട്ടില്ല. 40N വന്നിട്ടില്ലാത്തതുകൊണ്ട് സ്പേസ് ബാർ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. അത് ക്യാൻസലായി പോയി. ഇനി 720 വരുന്നത് ട്രാക്കിംഗ് നമ്പർ നോക്കുക. അതായത് ഇവിടെ REJ റിജക്ഷൻ എന്നുള്ളതാണ് പുതിയ ട്രാക്കിംഗ് നമ്പർ. ഇതിന്റെ തൊട്ട് മുകളിലുള്ളത് പഴയ ട്രാക്കിംഗ് നമ്പർ ആണ്, നേരത്തെ ഉണ്ടായിരുന്ന ഐറ്റം വന്ന ട്രാക്കിംഗ് നമ്പർ ആണ്. അപ്പോ ഈ പുതിയ ട്രാക്കിംഗ് നമ്പർ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഈ ട്രാക്കിംഗ് നമ്പറോടെയാണ് ഐറ്റം വന്നിട്ടുള്ളത്. ആ ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യുക. ഓർഡർ നമ്പർ ഇപ്പോഴും സെയിം തന്നെയാണ്, ഗോഡൌണും കറക്റ്റ് തന്നെയാണ്. വരുന്നത് ഒരെണ്ണം മാത്രം. അപ്പോൾ ഒരെണ്ണം എന്ന് കൊടുക്കുക, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. അങ്ങനെ ഒരെണ്ണത്തിന്റെ റിസീപ്റ്റ് നോട്ട് ഇവിടെ ചെയ്തു. ഓക്കെ ആണോ? അതായത് ഇവിടെ റിസീപ്റ്റ് നോട്ട് 57,900 റിസീപ്റ്റ് നോട്ട് സേവ് ചെയ്തു. ഇനി സ്റ്റോക്ക് സമ്മറി ചെക്ക് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഈ ഐറ്റം 8 മാറി. നേരത്തെ 7 ആയിരുന്നു, 8 ഒരെണ്ണം കൂടി, കാരണം അവർ റീപ്ലേസ്മെന്റ് കിട്ടും. ഇനി അതിന്റെ കൂടെയാണ് അവര് ബില്ല് വരുന്നത്. അപ്പോൾ സ്റ്റോക്ക് സമ്മറി നോക്കി നെക്സ്റ്റ് ബില്ല് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഈ ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പർച്ചേസ് ബില്ല്, ഐറ്റംസ് കിട്ടി എന്നുള്ളതിന്റെ പ്രൂഫ്, പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള പ്രൂഫാണ് ഇൻവോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാധാരണ ഇതുപോലെ F9 പർച്ചേസ് വൗച്ചർ എടുത്ത് കഴിയുമ്പോൾ പർച്ചേസ് വൗച്ചർ വരും. ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു.
ഇതാണ് ഇൻവോയ്സ് നമ്പർ. ഇനി വേറൊരു കാര്യമുള്ള, ഇൻവോയ്സ് തരുന്നത് 31 ജൂലൈ എന്ന് തന്നിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് തരുന്നത് ഇമ്മീഡിയറ്റ്ലി എന്നും പറയുന്നുണ്ട്. ഇൻവോയ്സ് ഡേറ്റ് 31 ജൂലൈ. ഓക്കെ, അപ്പോ ഇൻവോയ്സിന്റെ ഡേറ്റ് ഒന്ന് മാറ്റാം. 31 ജൂലൈ. ഇൻവോയ്സ് നമ്പർ കൊടുത്തു. പാർട്ടി സെയിം തന്നെ, ഇവേൾ ഡീലർ. പാർട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ 2 ഡോക്യുമെന്റ്സ് വരും. അതായത് കൈപ്പറ്റിയ സാധനങ്ങൾക്ക് മാത്രം പൈസ കൊടുത്താൽ മതി. കൈപ്പറ്റുന്നത് റെക്കോർഡിക്കലി ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ട്രാക്കിംഗ് അല്ല റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ട്രാക്കിംഗ് നമ്പർ ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ആദ്യം ഐറ്റം വന്നത് ഈ ഒരു ട്രാക്കിംഗ് നമ്പർ, പിന്നെ രണ്ടാമത്തെ ട്രാക്കിംഗ് നമ്പർ, അതിലാണ് റീപ്ലേസ്മെന്റ് വന്നത്. അപ്പൊ 2 ട്രാക്കിംഗ് നമ്പർ പ്രകാരമാണ് ഐറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ 2 ട്രാക്കിംഗ് നമ്പർ സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം, സേവ്. ആ ട്രാക്കിംഗ് നമ്പർ അനുസരിച്ചുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും. അതായത് 50 and 720 2 പ്രാവശ്യം ഇങ്ങനെ വരും. ഇത് 7, 1, അപ്പൊ ടോട്ടല് 8 എണ്ണം. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉള്ള പോലെയൊക്കെ തന്നെയുണ്ട്. പിന്നെ ഓരോ ഐറ്റംസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകണമെന്നില്ല. അതിന്റെ ഗോഡൌണും ട്രാക്കിംഗ് നമ്പറൊക്കെ എന്തായാലും കറക്റ്റ് തന്നെ ആയിരിക്കും. ഉള്ളത് വെച്ച് സേവ് ചെയ്താലും മതി. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇവിടെ വരാം. ഫൈനൽ ടോട്ടൽ എമൗണ്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ബില്ല് ലൊക്കേഷൻ വിൻഡോ വരും. ഇവിടെ നിന്നും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ന്യൂ റെഫ് ആണ്, പുതിയ ബില്ലാണ് നമുക്ക് കിട്ടുന്നത്. സേവ് ചെയ്യാം. ഓക്കെ, ആ ഒരു ഇൻവോയ്സ് അവിടെ റെക്കോർഡായി. ടോട്ടല് 893,900 ബില്ലായിരുന്നു. ഓക്കെ, 893,900. ഓക്കെ, സേവ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡോക്യുമെന്റ് ഇവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. അതായത് ടെലിക്രാഫ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് ഐറ്റംസ് മേടിക്കുന്നത്. 31 ജൂലൈയിലാണ് ഐറ്റംസ് മേടിക്കുന്നത്. ഈ 2023 ഡേറ്റ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ 24 ആക്കിയിട്ടൊന്ന് എഡിറ്റ് ചെയ്തു. അങ്ങനെ ടെലിക്രാഫ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇവിടെ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് CD-കളാണ്. അപ്പൊ CD-യുടെ യൂണിറ്റ് ഇവിടെ തന്നിട്ടുള്ളത് പാക്കറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതെ, നിങ്ങളൊക്കെ CD ഒന്നും ഉപയോഗിക്കാത്ത ജനറേഷൻ. അതായത് ഈ പണ്ട് പണ്ട് ഈ പെൻഡ്രൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ സിനിമയൊക്കെ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി CD മേടിക്കും. അപ്പൊ ഒരു CD-ക്ക് എന്താ 45 രൂപയാണ്. അപ്പൊ എപ്പോഴെപ്പോഴും പോയി CD മേടിക്കുന്നതിന് പകരം നമ്മളൊരു പാക്കറ്റ് ആയിട്ട് CD മേടിക്കും. ബ്ലാങ്ക് CD, ബ്ലാങ്ക് ഒരു പാക്കറ്റില് അല്ലേ. ഇതിലിപ്പോ പറയുന്നത് ഒരു പാക്കറ്റില് എത്ര എന്ന് പറയുന്നില്ല. ഓക്കെ, ഇതിൽ പറയുന്നത് ഒരു പാക്കറ്റില് 100 എണ്ണം ഉണ്ടാവും. ഓക്കെ, അതായത് ഒരു കമ്പനി മേടിക്കുമ്പോൾ മിക്കവാറും 100 ഒരു പാക്കറ്റ് വെച്ചിട്ടൊക്കെ മേടിക്കുന്നുണ്ട്. കസ്റ്റമറിന് 2 എണ്ണം 5 എണ്ണം ഒക്കെ ആയിട്ടായിരിക്കും അവർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ പേനയൊക്കെ മേടിക്കുന്ന പോലെ പേന ഒരു പാക്കറ്റ് ആയിട്ട് മേടിക്കുന്നു, റീറ്റെയിൽ ആയിട്ട് 1-2 എണ്ണം ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ CD-യുടെ കേസ്. ഇപ്പൊ CD കച്ചവടം ഇല്ല. ഈ ഫിലിമിന്റെ ഒക്കെ CD ആണ് 2 എണ്ണം ഒക്കെ വരുന്നത് സിനിമ. അതൊക്കെ ഒരു കാര്യം. പിന്നെ DVD ആയിരുന്നു പറഞ്ഞത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടെലിക്രാഫ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്ന് പുതിയ ബില്ലാണ്. അപ്പൊ പുതിയ ബില്ലാകുമ്പോ പർച്ചേസിൽ പോവാം. ഇൻവോയ്സ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. പുതിയ പാർട്ടി ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ ടെലിക്രാഫ്റ്റ് സൺഡ്രി ക്രെഡിറ്റർ സേവ്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി നോക്കുമ്പോൾ ട്രാക്കിംഗ് നമ്പർ ഇല്ല, ഓർഡർ ഇല്ല, നേരിട്ട് പോയി മേടിക്കുകയാണ്. ആ ഒരു സൈക്കിൾ ഫോളോ ചെയ്യാതെ നമ്മൾ ഇത്രയും നാൾ ചെയ്തിരുന്ന പോലെ നേരിട്ട് പോയി കടയിൽ പോയി മേടിക്കും. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോ ട്രാക്കിംഗ് നമ്പർ ഇല്ല, ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല, വെറുതെ സേവ് ചെയ്ത് പർച്ചേസ് ലെഡ്ജർ സെലക്ട് ചെയ്ത് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 2 യൂണിറ്റ് ഉണ്ട്, പാക്കറ്റ് എന്നുള്ള യൂണിറ്റും പീസസ് എന്നുള്ള യൂണിറ്റും. നമ്മൾ ഇത്രയും നാള് ചെയ്തപ്പോൾ ഒരൊറ്റ യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ 2 യൂണിറ്റ് ഉണ്ട്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ഒരു പാക്കറ്റില് 100 പീസസ് ഉണ്ടാവും. അപ്പൊ 2 പാക്കറ്റ് എന്ന് പറയുമ്പോൾ 200 എണ്ണമായിരിക്കും നമ്മുടെ കയ്യിൽ, 200 പീസസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് ടാലിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അപ്പോൾ യൂസ് ചെയ്യുന്ന ടാലിയിലുള്ള ഒരു ഫീച്ചറാണ് ഈ ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ.
ഓക്കെ, അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് ഏതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓൾട്ടർനേറ്റ് യൂണിറ്റ് എത്ര മെയിൻ യൂണിറ്റ് ആണെന്നുള്ളത് കൊടുക്കണം. എങ്ങനെയാ നോക്കാം. ഇപ്പോ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐറ്റം ഇതാണ് CDR. ഇതിന് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, കാറ്റഗറി ഇല്ല. അപ്പൊ ഗ്രൂപ്പ് CD എന്ന് പറഞ്ഞു കൊടുക്കുക. കാറ്റഗറി ഇല്ലാത്തതുകൊണ്ട് ബാധകമല്ല, നോട്ട് ആപ്ലിക്കബിൾ. ഇനി യൂണിറ്റ് കൊടുക്കുമ്പോൾ പീസസ് എന്നുള്ള യൂണിറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ യൂണിറ്റ് ഇതാണ്, പാക്കറ്റ് എന്നുള്ളതാണ് യൂണിറ്റ്. അപ്പോൾ ആ ഒരു യൂണിറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. PK പാക്കറ്റ്സ് സേവ് ചെയ്തു. സാധാരണ ചെയ്യുന്ന പോലെ ഒരു എക്സ്ട്രാ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്റെ സിസ്റ്റത്തിൽ ഇവിടെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് കാണുന്നില്ലെങ്കിൽ F12 പോയി കഴിഞ്ഞാൽ അവിടെ കണ്ട യൂസ് ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്നുള്ളത് നോ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതൊന്ന് യെസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് യൂണിറ്റ് കാണും. എന്റെ സിസ്റ്റത്തിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ F12 പോയി കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റ് യൂണിറ്റ് യെസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി വരും. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റ് എന്താണ്? മെയിൻ യൂണിറ്റ് പാക്കറ്റ്, രണ്ടാമത്തെ യൂണിറ്റ് പീസസ് ആണ്. ഇനി എത്ര പീസസ് ആണ് ഒരു പാക്കറ്റ്? 100 പീസസ് ആണ് ഒരു പാക്കറ്റ് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ കൂടി ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതും ഈ സ്ക്രീൻഷോട്ടിനകത്തുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെയ്തു പോകാം. സേവ് ചെയ്യാം. ട്രാക്കിംഗ് നമ്പർ ഇല്ല, ഗോഡൌൺ SM സ്ട്രീറ്റ് തന്നെ ആയിരിക്കും. ക്വാണ്ടിറ്റി 2 പാക്കറ്റ് 1200. അപ്പൊ 2 എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ 2 യൂണിറ്റും കാണും, പാക്കറ്റും കാണും, പീസസും കാണും. ഇനി റേറ്റ് 1200. അതേപോലെ തന്നെ അടുത്ത ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. CD ആണ്, പാക്കറ്റും പീസസും തന്നെയാണ് യൂണിറ്റ്. അപ്പൊ നേരത്തെ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ കോപ്പി പേസ്റ്റ് ആയിട്ട് വരും. 4 പാക്കറ്റ് 2500. DVD പീസസ് ആണ് ഒരു പാക്കറ്റ്. രണ്ടെണ്ണം 2500. ലാസ്റ്റ് ഐറ്റം DVD-R. ടോട്ടൽ 33,000 ബില്ലാണ്. ഓക്കെ, ഇവിടെ കിട്ടിയത് 33,000. സേവ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇതിലുള്ളത് 1 ഓഗസ്റ്റ് 2024 വിചാരിക്കാം. 24 കമ്പനി 2 പാക്കറ്റ് DVD-R റിട്ടേൺ ചെയ്യുന്നത് ടെലിഗ്രാഫിന്. അപ്പൊ ഓൾറെഡി ബില്ല് ഇവര് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബില്ല് കൊടുത്തു കഴിഞ്ഞിട്ടാണ് റിട്ടേൺ കൊടുക്കുന്നതെങ്കിൽ റിജക്ഷൻ നോട്ടിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡെബിറ്റ് നോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡെബിറ്റ് നോട്ട് വൗച്ചറിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ബാക്കി 50% ടോട്ടൽ ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നു പറയുന്നുണ്ട്. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ടിലാണ്. വൗച്ചറിൽ പോയിട്ട് ഡെബിറ്റ് നോട്ട് എന്നുള്ള വൗച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് നോട്ട് വൗച്ചർ ആയി. പാർട്ടി ടെലിക്രാഫ്റ്റ്, ട്രാക്കിംഗ് നമ്പർ ഇല്ല, ബിൽ നമ്പർ ഇൻവോയ്സ് നമ്പർ ആണ്, അതിവിടെ മുകളിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, പർച്ചേസ് റിട്ടേണിന് സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. പർച്ചേസ് റിട്ടേൺ. ഓക്കെ, ഏത് ഐറ്റമാണ് റിട്ടേൺ കൊടുക്കുന്നതെന്ന് നോക്കുമ്പോൾ 2 പാക്കറ്റ് DVD-R ആണ് റിട്ടേൺ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ DVD-R 10 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 2 എണ്ണം റിട്ടേൺ കൊടുക്കുന്നു. ട്രാക്കിംഗ് നമ്പർ ഒന്നുമില്ല,
അതൊന്നും ഇവിടെ ബാധകമല്ല. അതുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ. ഓർഡറും ഇവിടെ ഇല്ല, അതും ബാധകമല്ല. സെലക്ട് ചെയ്തു. ഗോഡൗൺ, നിലവിൽ സ്റ്റോക്കുള്ള ഗോഡൗൺ ഇതാണ്, SM സ്ട്രീറ്റ്. അതിൽ നിന്ന് 2 എണ്ണം പോകുമ്പോൾ 2 പാക്കറ്റ് 200 പീസസ് ആണ് പോകുന്നത്. 3000 റുപ്പീസിന്റെ റിട്ടേൺ. ഓക്കെ. ഇനി കഴിഞ്ഞ ബില്ലിന്റെ എഗെയിൻസ്റ്റ് ഇത് കുറക്കണം. സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ അപ്പോൾ എഗെയിൻസ്റ്റ് റഫ് വേണം വരാനായിട്ട്. വെൻഡർ എഗെയിൻസ്റ്റ് റഫ്. പുതിയ ബില്ലാണെങ്കിൽ 100 റഫ്, ബില്ലിൽ നിന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് റഫ്. ഓക്കെ. വെൻഡിങ് ബില്ല് 3000 വന്നു, സേവ് ചെയ്തു. ഇനി ഇതോടൊപ്പം തന്നെ പേ ചെയ്യാനുള്ള എമൗണ്ടിന്റെ 50% ചെക്ക് വഴി പേ ചെയ്യുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ. പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടെലിക്രാഫ്റ്റിനാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പേയ്മെന്റ് ഓഫീസർ എടുക്കാം. ടെലിക്രാഫ്റ്റ് എന്ന് പറയുന്ന ലെഡ്ജർ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സിസ്റ്റം പറയും 30,000 രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന്റെ 50% എന്ന് പറയുമ്പോൾ 15,000 രൂപ. അത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. 15,000. ബില്ലിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് 30,000 കൊടുക്കാനുണ്ട്, നമ്മൾ 15,000 കൊടുക്കുന്നു. ബാങ്ക് വഴിയാണ് കൊടുക്കുന്നത്. നമ്മളുടെ ബാങ്ക് ഇതാണ്, HDFC ബാങ്ക്. ചെക്ക് നമ്പർ ഏതാണെന്ന് അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ലാസ്റ്റ് എടുത്ത് നോക്കാൻ പറഞ്ഞ റിപ്പോർട്ട് ഇതാണ്, പെർച്ചേസ് രജിസ്റ്റർ. പെർച്ചേസ് രജിസ്റ്റർ എന്ന് പറയുന്ന റിപ്പോർട്ട് ഗോട്ടോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജിയില് പെർച്ചേസ് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് പെർച്ചേസ് രജിസ്റ്റർ. ഇങ്ങനെ എടുക്കാം. നമ്മുടെ കമ്പനി നടത്തിയ എല്ലാ പെർച്ചേസിന്റെയും ഒരു രജിസ്റ്റർ ആയിരിക്കും. ആകെ എത്ര പെർച്ചേസ് ചെയ്തു എന്നുള്ള ഇൻഫോർമേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഈ പെർച്ചേസ് രജിസ്റ്റർ എടുത്ത് നോക്കാം. 2 പെർച്ചേസ്, ഈ വേൾഡും ടെലിഗ്രാഫിലും. ടോട്ടൽ 9,26,900 രൂപയുടെ പെർച്ചേസ്. ഇതാണ് പെർച്ചേസ് രജിസ്റ്ററിന്റെ കാര്യം. പെർച്ചേസ് രജിസ്റ്റർ. പിന്നെ പല പല മാസങ്ങളുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെ ഒരു ഗ്രാഫായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ പെർച്ചേസ് നടത്തിയത് എന്നുള്ളൊരു ഇൻഫോർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈക്കിൾ എന്ന് പറയുന്ന ആ ഒരു കാര്യം തീരും. ഓക്കെ. ഇനി ഇതേപോലെ തന്നെയാണ് റവന്യൂ സൈക്കിളും. എക്സ്പെൻഡിച്ചർ സൈക്കിളിന്റെ തൊട്ട് താഴെ തന്നെയുള്ള കാര്യമാണ് റവന്യൂ സൈക്കിൾ അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്. റവന്യൂ സൈക്കിൾ എന്ന് പറയുന്നത് വരുമാനം വരുന്ന വഴി. ഓക്കെ. അതിലും ഇതേപോലെ ഡോക്യുമെന്റ് ഉണ്ട്. പർച്ചേസ് ഓർഡർ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ സെയിൽസ് ഓർഡർ എന്നുള്ള ഡോക്യുമെന്റ്. പിന്നെ കഴിഞ്ഞ സിറ്റുവേഷൻ നമ്മൾ എന്താണ് കൈപ്പറ്റുന്നു, റിസീവ് ചെയ്തു. ഇവിടെയാണെങ്കിൽ ഡെലിവറി ചെയ്തു. ഓക്കെ. പിന്നെ റിജക്ഷൻ ഔട്ട് ഉണ്ടായിരുന്നു, കാരണം സപ്ലയറുടെ അകത്തേക്ക് കൊടുക്കുന്നു. ഇതാണെങ്കിൽ ഇന്നെന്ന് വരും. പിന്നെ സെയിൽസ് ബില്ലുണ്ട്, ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, അത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റെസിപ്റ്റ് നോട്ട് ഉണ്ട്, അതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇതും കൂടി ഞാനിപ്പോ തരാം. ഈ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ഇതില് എല്ലാ വൗച്ചറിന്റെയും ഓരോ വൗച്ചറും ഏതൊക്കെ സിറ്റുവേഷനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഇൻഫോർമേഷൻ ഉണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. എല്ലാവരും ബൈഹാർട്ടൊന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊന്ന് മനസ്സിലാക്കി പോവാം. പിന്നെ അപ്പൊ ഞാൻ ഈ 2 എക്സസൈസ് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. മെയിനായിട്ടും ഈ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ്. പിന്നെ നെക്സ്റ്റ് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടത് ഇതാണ്, സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ സ്ക്രീൻഷോട്ട് ഒന്നുമില്ല, സ്വന്തമായിട്ട് വൗച്ചറൊക്കെ കണ്ടുപിടിച്ചിട്ടൊന്ന് ചെയ്യാം. സ്ക്രീൻഷോട്ട് ഇല്ല, കണ്ടോ? സ്ക്രീൻഷോട്ട് ഇല്ല. അപ്പൊ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ച് ചെയ്യാം. എന്നിട്ട് സ്ക്രീൻഷോട്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരേ റിസൾട്ട് തന്നെ കിട്ടണം. ഏതെങ്കിലും ഒരു റിസൾട്ട് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ചെയ്തത് കിടപ്പുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 ടാസ്ക് ഉണ്ട്. നിങ്ങൾ ഇന്നും നാളെയുമായിട്ട് തീർക്കാം. നാളെ മാക്സിമം നാളെ ആക്കാതിരിക്കാൻ നോക്കി, ഇന്ന് തന്നെ തീർക്കാൻ നോക്കാം. സ്പീഡ് കൂട്ടാം. നമുക്ക് വേണ്ടത് വേഗതയാണ്, സ്പീഡ്. ഓക്കെ. അപ്പൊ 2 PDF ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. നിങ്ങളുടെ സമയം പോലെ ഒന്ന് ചെയ്യാം. ഇപ്പൊ ബ്രേക്ക് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഒക്കെ ചെയ്യാം.
ആദ്യം ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇല്ലാത്ത ചെയ്താൽ